കളങ്കാവൽ 75 കോടി ക്ലബ്ബിൽ മമ്മൂട്ടി പ്രതിനായകനും വിനായകൻ നായകനായി അഭിനയിച്ച കളങ്കാവൽ 9-ാം ദിവസം ലോകവ്യാപകമായി 75 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് കുതിക്കുന്നു. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ഇതിനകം 1 മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിച്ച ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഇതിനകം 30 കോടിക്ക് മേൽ ഗ്രോസ് കളക്ഷൻ നേടി. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മമ്മൂട്ടി ചിത്രമായി മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ചിത്രം 100 കോടി കളക്ഷൻ പിന്നിടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഈ വർഷം തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. 2 മണിക്കൂർ 25 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ചിത്രത്തിൽ 21 നായികമാരുണ്ട്. പൂർണ്ണമായും ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് രചന. ഫൈസലലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. സംഗീതം മുജീബ് മജീദ്. എഡിറ്റർ പ്രവീൺ പ്രഭാകർ. ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്. പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ. പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ. മേക്കപ്പ് അമൽ ചന്ദ്രൻ. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ് വിതരണം. 25 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ചിത്രത്തിൽ 21 നായികമാരുണ്ട്. പൂർണ്ണമായും ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് രചന. ഫൈസലലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. സംഗീതം മുജീബ് മജീദ്. എഡിറ്റർ പ്രവീൺ പ്രഭാകർ. ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്. പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ. പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ. മേക്കപ്പ് അമൽ ചന്ദ്രൻ. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസാണ് വിതരണം.